എല്ലാവർക്കും ഡിജിറ്റ് മലയാളത്തിൻ്റെ മറ്റൊരു അൺബോക്സിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 8 ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോട്ട് 8 പ്രോ അപ്ലോഡ് ചെയ്തിരുന്നു, യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡിജിറ്റ് മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നോട്ട് 8 പ്രോയുടെ വീഡിയോ കാണും, അൺബോക്സിംഗ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നോട്ട് 8 ആണ്, അതിന് തൊട്ട് താഴെ പുറത്തിറങ്ങിയിരിക്കുന്നത്. രണ്ടും ഒരേ സമയത്ത് തന്നെ പുറത്തിറങ്ങിയ മോഡലാണ്. 9999 മുതലാണ് ഇതിൻ്റെ വില ആരംഭിക്കുന്നത്. ഒപ്പം 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ബാക്കിൽ അവർ കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്പെക്സ് 48 AI ക്വാഡ് ക്യാമറ, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ബോക്സിൽ തന്നെ ചാർജർ ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 4000 mAh ബാറ്ററി ലൈഫ്, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5, സ്നാപ്ഡ്രാഗണിൻ്റെ 665 AI പ്രോസസ്സർ. അപ്പോൾ ഇതൊക്കെ ഒരു ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡുവൽ വോൾട്ട്, സെൽഫി 13 എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ഓക്കെ, ഇതാണ് റെഡ്മിയുടെ നോട്ട് 8 എന്ന സ്മാർട്ട് ഫോൺ. നല്ല സ്റ്റൈലിഷ് ഡിസൈൻ, എന്താ പറയുക, ഒരു 10,000 റേഞ്ചിൽ തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ വാങ്ങിച്ചു പോകും, അങ്ങനത്തെ ഒരു ഡിസൈനാണ്. പക്ഷേ ഈ ഡിസൈൻ നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഹോണറിൻ്റെ 8X ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഫസ്റ്റ് അത് കാണുമ്പോൾ തന്നെ ഏകദേശമൊക്കെ അതുപോലെ വിവോയുടെ, ഹോണറിൻ്റെ, റിയൽമിയുടെ ഫോൺ ഏകദേശമൊക്കെ അതേ ഒരു ടച്ച് ഇതിന് വരുന്നുണ്ട്. ഇപ്പോൾ ട്രിപ്പിൾ പിൻ ക്യാമറയിലാണ് ഇത്, 4 ക്വാഡ് പിൻ ക്യാമറയിലാണ് ഇത് എത്തിയിരിക്കുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് അതിലോട്ടൊക്കെ വരാം. ചാർജർ അതിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് പറഞ്ഞിട്ടുണ്ട്. ചാർജർ ഫാസ്റ്റ് ആണോ നമുക്ക് നമുക്ക് അതിൻ്റെ കൂടെ ചാർജർ ഫാസ്റ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചാർജറും ഡിവൈസും മാത്രമേ ഉള്ളൂ. റെഡ്മിയുടെ നോട്ട് 8 എന്ന സ്മാർട്ട് ഫോൺ. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഇതിൻ്റെ പുതിയ അപ്ഡേഷൻസൊക്കെ നമുക്ക് റെഡ്മിയുടെ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. MIUI 11 ഒക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 10.3 ആണ്, 10 ആണ് ഇതിൽ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് 11 ലഭിക്കും. എൻ്റെ ഇരിക്കുന്ന 6GB RAM 128-ൻ്റെ സ്റ്റോറേജിൽ പുറത്തിറങ്ങിയ വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പെക്സിലായിട്ട് നമുക്ക് കിടക്കാം. 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ, ഒപ്പം അത് നോച്ചാണ്. ഒപ്പം നമുക്ക് 19.9 ഡിസ്പ്ലേ റേഷ്യോ കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് പ്രൊസസ്സറിലേക്ക് വരുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 665 പ്രോസസ്സർ, ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങിക്കാവുന്ന നല്ല പ്രോസസ്സർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡിൻ്റെ പൈ, 4000 mAh ബാറ്ററി ലൈഫ്, ഫാസ്റ്റ് ചാർജിങ്, ചാർജർ നമുക്ക് ഇതിൽ ഒപ്പം കൂടെ ലഭിക്കുന്നുണ്ട്. 2 ദിവസം വരെ ബാറ്ററി ലൈഫാണ് കമ്പനി പറയുന്നത്. ഇത് ലോഞ്ച് സമയത്ത് അങ്ങനെയാണ് അവർ പറഞ്ഞത്, 2 ദിവസം വരെയാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ്. നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാവുന്ന വേരിയൻ്റുകളെന്ന് പറയുമ്പോൾ 4GB, 64GB, 6GB, 128GB. അപ്പോൾ ഈ 2 വേരിയൻ്റ് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ സാധിക്കും. ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 48+, 8+, 2+2 മെഗാ പിക്സലിൻ്റെ 4 ക്യാമറയും 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നമുക്ക് ഇതിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4GB റാമിൻ്റെ വില 9999, 6GB റാമിൻ്റെ വില 1299, 12,999 രൂപയാണ് ഈ 2 ഡിവൈസുകളുടെ വില വരുന്നത്. അപ്പോൾ ഇതേ റേഞ്ചിൽ നമുക്ക് റിയൽമി 5 എന്ന സ്മാർട്ട് ഫോൺ ഇതേ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. റിയൽമിയുടെ 5, റെഡ്മിയുടെ നോട്ട് ഇത്. പക്ഷേ റിയൽമി 5 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയിലല്ല എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 48 ആണ്. 48-ൽ ക്വാഡ് നമുക്ക് ലഭിക്കും. റിയൽമി 5 നമുക്ക് 48-ൽ കാർഡല്ല, അത് നോർമലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ബട്ട് ഏകദേശം ബാക്കിയെല്ലാ സ്പെക്സും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ റിയൽമിയുടെ 5 നമുക്കിപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ സ്മാർട്ട് ഫോൺ ഇതേ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല സ്റ്റാൻഡേർഡ് സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് റിയൽമിയുടെ 5 ആണ്. റിയൽമിയുടെ 5 ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതിനുമായിട്ട് ഇത് ഒരു കമ്പാരിസൺ അല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഒരു ഡിസൈൻ നിങ്ങളിത് കാണിക്കുന്നതാണ്. അപ്പോൾ ശകലം നമുക്ക് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഒക്കെ കൂടുതൽ തോന്നിക്കുന്നത് റിയൽമിയുടെ 5 ആണ്. ഇത് തീരെ ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് തീരെ ഇല്ലാത്തൊരു സാധനമാണിത്. പക്ഷേ റിയൽമിയുടെ 5 നല്ല വെയിറ്റ് ഉണ്ട്. കൈ ഇരിക്കുമ്പോൾ നല്ല
ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു അവരുടെ ഓൾഡ് ഡിസൈൻ ബട്ട് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റൈലിഷ് ഡിസൈൻ നമുക്ക് റെഡ്മിയുടെ ഫോണിനെ വിശേഷിപ്പിക്കാം. ഇതും ക്വാളിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിൽ പറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 48 മെഗാ പിക്സലിൻ്റെ സ്മാർട്ട് ഫോൺ ശകലം മുൻഗണന നൽകാം. കാരണം ഇതിൻ്റെ വില നമുക്ക് A999 മുതൽ റിയൽമിയുടെ 5 ലഭിക്കും. ബട്ട് 5000 mAh ബാറ്ററി ലൈഫാണ് റിയൽമിയുടെ 5-നുള്ളത്. ഇതിന് 4000 mAh ബാറ്ററി ലൈഫ് ഉണ്ട്. ഇതിൻ്റെ വില 9999 ആണ്. ബട്ട് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉണ്ട് എന്ന് ഒരു സ്പെക്സ് ഇതിൽ കൂടുതലാണ്. അത് 4 ക്യാമറ. ഇതും 4 അതും 4. ബട്ട് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള 1000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ബട്ട് രണ്ടിനും ഇപ്പോൾ ഒട്ടും മോശമല്ല റിയൽമിയുടെ 5 എങ്കിൽ കൂടി നമുക്ക് 48 ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 48-ന് അത്യാവശ്യം മുൻഗണന നൽകേണ്ടിയിരിക്കുന്നു. നമുക്കിനി ഇതിൻ്റെ ക്യാമറയിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്യാമറയെക്കുറിച്ച് നമുക്ക് 48 അവിടെ സൈഡിൽ തന്നെ നൽകിയിട്ടുണ്ട്. പോർട്രേറ്റ് ഉണ്ട്, നൈറ്റ്, പനോരമ, പ്രോ. ഇത്രയും നമുക്ക് ഇവിടെ ഇതിൽ ലഭിക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോ അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോയുടെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് റെഡ്മിയുടെ നോട്ട് 8-ൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുണ്ട് ക്യാമറയിൽ. ബട്ട് ഇതിൽ ഫോട്ടോയും പോർട്രേറ്റും പനോരമയും മാത്രമേ ഉള്ളൂ റിയൽമിയുടെ 5-ൽ. അപ്പോൾ ക്യാമറയിൽ അതിൻ്റെതായിട്ടുള്ളൊരു ലിമിറ്റുണ്ട്. ബട്ട് റെഡ്മിയിൽ നമുക്ക് ഓപ്ഷനുകൾ അവർ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ക്യാമറയിൽ. നമുക്ക് സെറ്റിങ്സിലേക്ക് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ആൻഡ്രോയിഡിൻ്റെ 9 Pie തന്നെയാണ് ഇത് എത്തിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത് 6 GB റാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 12999 രൂപയേ ഉള്ളൂ വില. പക്ഷേ നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു 15 റേഞ്ചിൽ റെഡ്മിയുടെ നോട്ട് 8 കിടപ്പുണ്ട്. അപ്പോൾ 12999 എടുക്കാൻ പോകുന്നവർ ശകലൊരു പൈസ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു 2000 രൂപീസിൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ അവിടെ. റെഡ്മി നോട്ട് 8 Pro നോക്കുക. അപ്പോൾ റെഡ്മിയുടെ നോട്ട് 8 എന്ന സ്മാർട്ട് ഫോണാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പം റിയൽമിയുടെ 5-ഉം ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഉടൻ തന്നെ യൂട്യൂബിൻ്റെ ഞങ്ങളുടെ ഡിജിറ്റൽ മാനേജർ യൂട്യൂബ് ചാനലിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തന്ന് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.